യെസ്, വെൽക്കം ബാക്ക് ടു RK ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ SSLC റിസൾട്ടൊക്കെ വന്നു, എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ് അല്ലേ. ഇനി നമുക്ക് +1 അഡ്മിഷൻ ആണ്. അപ്പോൾ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. മക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു അവസ്ഥ ഞാൻ പറയാം. ഫുൾ A+ കിട്ടിയിട്ട് പോലും കുറച്ച് കുട്ടികൾക്ക് അഡ്മിഷൻ +1 അഡ്മിഷൻ നഷ്ടപ്പെട്ടൊരവസ്ഥ വന്നിട്ടുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതിലെ പിഴവ് തന്നെയാണ്. ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് അർഹരായ വിദ്യാർത്ഥികൾക്ക് ബോണസ് പോയിന്റ് ഒന്നും കിട്ടിയിട്ടില്ല. ബോണസ് പോയിന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിലുള്ള പോരായ്മ കാരണമാണ് ബോണസ് പോയിന്റ് കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കുട്ടികൾക്കും അർഹതപ്പെട്ട ബോണസ് പോയിന്റ് ഒക്കെ കിട്ടിയാൽ മാത്രമേ ടോട്ടൽ ഇപ്പോൾ ഒരു പക്ഷേ ഒരു സ്കൂളിൽ 50 സീറ്റ് ഉണ്ടെങ്കിൽ 50 ഫുൾ A+ കിട്ടിയ കുട്ടികൾ അപേക്ഷിച്ചു. 50 ഫുൾ A+ കിട്ടിയ കുട്ടികളാണ്. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ ടൈ ബ്രേക്കറാണ്. അവിടെ നിങ്ങൾ ബോണസ് പോയിന്റ് ആയിരിക്കും നിങ്ങൾ അഡ്മിഷൻ നിർണ്ണയിക്കുക. അപ്പോൾ ബോണസ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടേണ്ട ബോണസ് പോയിന്റിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാവും. ആ സ്കൂളിൽ അഡ്മിഷൻ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ട ബോണസ് പോയിന്റുകളൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയണം. അതിൻ്റെ ഡീറ്റെയിൽ ഓരോന്നിൻ്റെയും ബോണസ് പോയിന്റ് ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നേരം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാം. മറക്കരുത്. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.